അങ്ങനെ വലിയൊരു പെട്ടി നിറച്ച് സ്മിത്തൻ പ്രൊഡക്റ്റ് ഞാൻ രണ്ടാമതും പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. മുന്നേ ഞാൻ 5 പ്രൊഡക്റ്റ്സ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ ഡബിൾ പ്രൊഡക്ട്സ് 10 പ്രൊഡക്ട്സാണ് വാങ്ങിയിട്ടുള്ളത് 199 രൂപയ്ക്ക്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വേഗം കയ്യിൽ കിട്ടിയിട്ടുള്ള കത്രിക കൊടുത്തിട്ട് കുത്തി വേഗം തുറക്കുകയാണ്. പ്രൊഡക്ട്സ് ഇങ്ങനെ കാണാനുള്ളൊരു ആകാംക്ഷയിൽ അത് തന്നെ കയ്യിൽ ബില്ലാണ് കിട്ടുന്നത്. ബില്ലൊന്നും നമുക്കിനി വേണ്ട, നമുക്ക് ഈ പ്രൊഡക്ട്സ് മാത്രം മതി. അപ്പം ഇത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഈ സ്ക്രഞ്ചിയാണ്. പക്ഷേ ഈ സ്ക്രഞ്ചി ചെറുതായിട്ട് എന്നെ ഒന്ന് പറ്റിച്ചു. ഞാൻ ഓർഡർ കൊടുത്ത സ്ക്രഞ്ചി ഇങ്ങനെ സംഭവം മൾട്ടി കളറാണ്, പക്ഷേ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയത് വേറെയാണ്. ഡിസൈൻസൊക്കെ എനിക്ക് വേറെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് ഞാനതിൽ കാണിക്കാം. പിന്നെ ഒരു കഫേൻ്റെ ഒരു ലിപ് ബാം ഉണ്ട്. പിന്നെ ആയുർവേദിക് എന്നുള്ളൊരു കമ്പനിയുടെ ഒരു അണ്ടർ ഐ ജെല്ലുണ്ട്, ഒരു അലോവേര ഉണ്ട്, അണ്ടർ ഐ ജെല്ലുണ്ട്. പിന്നെ ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ ഒരു മഡ് മാസ്ക് ആണ്, 3-in-1 മഡ് മാസ്ക് ആണ്. പിന്നെ ഒരു പ്ലമ്മിൻ്റെ ഒരു ആൽക്കഹോൾ ഫ്രീ ടോണർ, പ്ലമ്മിൻ്റെ തന്നെ ഒരു ഡേ ക്രീം, ഒരു SPF ഉള്ളൊരു ഡേ ക്രീം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് മാമാഎർത്തിൻ്റെ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യണത്. മാമാഎർത്തിൻ്റെതല്ല, ഷീറ്റ് മാസ്കാണ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും പ്ലമ്മിൻ്റെ ഒരു ഡേ ലൈറ്റ് സൺസ്ക്രീൻ, രണ്ടും സൺസ്ക്രീൻ തന്നെയാണ്. പിന്നെ ഇത് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുള്ളതാണ്. ഈ ബോഡി വാഷ് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പൗച്ച് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ പ്ലമ്മിൻ്റെ ഒരു ആദ്യം കാണിച്ച ആ ഒരു സൺസ്ക്രീന് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്ക്രഞ്ചി പുറത്തേക്ക് എടുത്തപ്പോൾ. സംഭവം വലിയ കുഴപ്പമില്ല, പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ അല്ല. പിന്നെ പൗച്ച് അത് കുഴപ്പമില്ല. സ്മിത്തൻ എന്നുള്ള ഒരു ലോഗോ ഒഴികെ ബാക്കിയുള്ളതല്ല, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്റ്റിച്ചിങ് അത്ര നല്ല ബെറ്റർ സ്റ്റിച്ചിങ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നൊരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഡാമേജ് ആയിട്ടൊക്കെ ആയിട്ട് കിട്ടുന്നത്. എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. ട്രയൽ ആയതുകൊണ്ടാണോ അതിന് ഒലിച്ചു പോയതാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇതൊഴികെ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതൽ അപ്ഡേഷൻ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.